ഖാലിദ് ബക്കറുടെ ഓർമ്മക്കുറിപ്പുകളാണ് ആവാരാഹു. ഓർമ്മകളെ കഥകൾ പോലെ തോന്നിപ്പിക്കുകയും കഥകളെ ഓർമ്മകൾ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം. അധ്യായങ്ങളുള്ള ആവാരാഹു ഭാഷ കൊണ്ടും ഭാവന കൊണ്ടും വായനയുടെ സംഗീതം ആസ്വദിപ്പിക്കുന്നു. ജീവിതം നൽകിയ പ്രതികൂലാനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ പുസ്തകം വിജയം കണ്ടു. ഷാർജയിൽ പുസ്തകം അങ്ങനെ വിറ്റുപോവുകയും ആളുകൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അത് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഒരു പുസ്തകം വെച്ചുകൊണ്ടൊരു സ്റ്റാൾ നടത്താമെന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൂടുതൽ സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഓർമ്മകളുടെയും കഥകളുടെയും സുന്ദരാനുഭൂതികൾ അടക്കം ചെയ്ത അധ്യായങ്ങൾക്ക് നിഗൂഢതയുടെ സ്വഭാവമുണ്ട്. ഒരു പുസ്തകത്തിന് മാത്രമായി ഒരു സ്റ്റോൾ. നിയമസഭാ പുസ്തകോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒന്ന്. ഷാർജ ബുക്ക് ഫെസ്റ്റിലേതുപോലെ തന്നെ നിയമസഭാ പുസ്തകോത്സവത്തിലും ആവാരാഹു വായനക്കാരെ ഏറ്റെടുത്തു. ഒരുപക്ഷെ മലയാള ചെറുകഥയിലെ ഏറ്റവും മികച്ച കഥയായി വിലയിരുത്തപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ കാലം വിലയിരുത്തുന്ന മാധുവേടത്തി അടക്കമുള്ള കഥകളുണ്ട്. ഭൂഖണ്ഡാന്തരങ്ങളിലേക്കുള്ള ഒരു സർഗസഞ്ചാരം കൂടിയാണ്. 350-ലേറെ പുസ്തകങ്ങളുടെ പ്രകാശനവും 60-ലേറെ പുസ്തക ചർച്ചകൾക്കും വേദിയാകുന്ന കേരള നിയമസഭാ പുസ്തകോത്സവത്തിന് 13-ാം തീയതി തിരശ്ശീല വീഴും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.